السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، أما بعد. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മഹാനായ സയ്യിദ് അവർകൾ, മറ്റ് അഹ്ദരി ഉസ്താദുമാർ, മറ്റു ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പ്രസംഗിക്കാൻ എഴുന്നേറ്റതല്ല, മഹാനായ അശ്ശൈഖ് കലന്തർ മസ്താനുൽ ഖാദിരി റഹിമഹുല്ലാഹ് മഹാനവറുകളുടെ ഉറൂസിനോടനുബന്ധിച്ച് നമ്മളുടെ മഹദരിമാരെല്ലാം ഒരുമിച്ച് കൂടി മലപ്പുറം ജില്ലാ മഹദരീസ് ഒരുമിച്ച് കൂടിയ മഹത്തായ വേദിയിലാണ് ഞാനും നിങ്ങളൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. അള്ളാഹു മഹാനായ കലന്തർ മസ്താനുൽ ഖാദിരി റഹിമഹുല്ലാഹ് അള്ളാഹു അവരുടെ ദർജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അവരും നമ്മളുമായി ബന്ധമുണ്ട്. കാരണം എൻ്റെ ഓർമ്മ 2 പ്രാവശ്യം മഹത്തായ എളങ്കൂർ സ്വലാത്തിന്റെ വാർഷികത്തിൽ മഹാനവറുകൾ പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു കാര്യം കൂടിയാണ് മഹാനായ അശ്ശൈഖ് കലന്തർ മസ്താനുൽ ഖാദിരി മഹാനവറുകൾ കേരളത്തിലുള്ള അവസാനത്തെ പരിപാടി, കേരളത്തിൽ എന്നല്ല പല നാടുകളിലും മഹാനവറുകൾ പല ആത്മീയ മജ്‌ലിസുകൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഒരുവത്തെ അദ്ദേഹം മഹാനവറുകളുടെ ജീവിതത്തിലുള്ള അവസാനത്തെ പരിപാടി എളങ്കൂർ സ്വലാത്തിന്റെ മജ്‌ലിസിലാണ്. ആ പരിപാടിയിലാണ് മഹാനവറുകൾ കേരളത്തിൽ ഏതായാലും അവസാനമായി പങ്കെടുത്ത പരിപാടി എളങ്കൂർ സ്വലാത്തിന്റെ വാർഷികത്തിലാണ്. അതുകൊണ്ട് തന്നെ നാം എപ്പോഴും ഓർക്കുകയും അവരെ പറ്റി പറയുകയും ചെയ്യാറുണ്ട്. മറക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മഹാനവറുകളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവുകയും അവിടെ വെച്ചുകൊണ്ട് അവരുടെ മകൻ കുടുംബവും നമ്മളെ ആദരിക്കുകയും അവരുടെ ഉപയോഗിച്ചിരുന്ന ഒരു സാല് എനിക്ക് തരികയും ഇന്നും ഞാനത് ആർക്കും കൊടുക്കാതെ സൂക്ഷിക്കുകയും അധിക നിസ്കാരത്തിന്റെ സമയത്തും ഞാനത് ഉപയോഗിക്കാറുമുണ്ട്. മഹാനവറുകളുടെ ബറക്കത്ത് കിട്ടാൻ വേണ്ടിയും അവരുടെ ഓർമ്മക്ക് വേണ്ടിയും ഞാനിപ്പോഴും എളങ്കൂറിൽ അത് സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ എല്ലാ അധിക നിസ്കാരങ്ങൾക്കും അത് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ആ നിലക്ക് തന്നെ മഹാനായ കലന്തർ മസ്താനുമായി കൊണ്ട് നമുക്കും നമ്മളെ സ്വലാത്തും മജ്‌ലിസുമായി കൊണ്ടൊക്കെ വലിയ ബന്ധമുണ്ട്. മറക്കാൻ കഴിയാത്തവരാണ്. ഇന്ന് ഞാനൊരു സ്ഥലത്ത് വരുമ്പോൾ ചെറിയൊരു പരിപാടി അവിടെ പങ്കെടുത്തപ്പോൾ അവിടുന്ന് ഒരു സയ്യിദും ഒരു ആലിമുമായ ഒരാൾ എന്നോട് പറഞ്ഞു, കലന്തർ മസ്താൻ ഒരു ആലിമായിരുന്നില്ലേ, പിന്നീടാണ് മനസ്സിലായത് എന്ന് അവരെന്നോട് പറഞ്ഞു. അപ്പൊ ചെല്ലുന്ന സ്ഥലങ്ങളിലൊക്കെ മഹാനവറുകളെ ഓർക്കുകയും എല്ലാവരും മഹാനവറുകളെ പറ്റി മനസ്സിലാക്കിയിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നാമുമായി കൊണ്ടും വലിയൊരു ബന്ധമുണ്ടായതുകൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മളുടെ മഹ്ഫലത്തുൽ ജലാലിയ വ മക്തബത്തുൽ ഐദറൂസിയ എന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ വെച്ചുകൊണ്ട് മഹാനവറുകളുടെ ഉറൂസ് നടക്കുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഈ സമയത്ത് പ്രസംഗിക്കുകയല്ല. അപ്പൊ മഹാനവറുകളുമായുള്ള ഒരു ബന്ധവും ആ ഒരു സ്നേഹം കൊണ്ട് തന്നെ 2 പ്രാവശ്യം ക്ഷണിച്ചപ്പോൾ മഹാനവറുകൾ നമ്മളുടെ പരിപാടിയിൽ വന്ന് പങ്കെടുക്കുക ചെയ്ത് ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളൊക്കെ അറിയിക്കുകയാണ്. ധാരാളം മഹദരി ഉസ്താദുമാർ ഇവിടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക്
ബഹുമാനപ്പെട്ട മഹദരി ഉസ്താദുമാരുടെ പ്രസംഗം നമ്മൾക്ക് കേൾക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യം ഞാൻ നിങ്ങൾക്ക് പിന്നീട് പറയാം. അതോടൊപ്പം കഴിഞ്ഞ എളങ്കൂർ സ്വലാത്തിൽ വെച്ചുകൊണ്ട് എളങ്കൂർ സ്വലാത്തിന്റെ 29ാമത്തെ വാർഷികം. എളങ്കൂർ സ്വലാത്ത് ഇതുവരെ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി മുറിഞ്ഞിട്ടില്ല, മുറിക്കേണ്ടി വന്നിട്ടില്ല. അത് എല്ലാ പ്രാവശ്യവും അതിന്റെ വാർഷികം കേൾക്കാറുണ്ട്. 1ാമത്തെ വാർഷികത്തിന് തന്നെ മഹാനായ ശൈഖുന ഉസ്താദുൽ അസാതീദ് ബഹറുൽ ഉലൂം മഹാനായ ശൈഖുന ഒക്കെ ഉസ്താദ് വന്നുകൊണ്ട് ഓർമ്മ അസറിന്റെ അവിടെ പങ്കെടുത്ത് ദുആ ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ധാരാളം മഹാന്മാര് മഹത്തുക്കളൊക്കെ ആ മഹത്തായ വേദിയിൽ പങ്കെടുത്തിട്ടുണ്ട്. മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഓർമ്മപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ ഉസ്താദ് ബാഖിയാത്തു സ്വാലിഹാത്തിലെ മുൻ പ്രിൻസിപ്പാൾ കൂടിയായ മഹാനായ ശൈഖ് കമാലുദ്ദീൻ ഹസറത്ത് നവറല്ലാഹു മർഖദ മഹാനവറുകൾ എളങ്കൂർ സ്വലാത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, വാർഷികത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മളെ വീട്ടിലാണ് അവർ താമസിച്ചിരുന്നതും. പരിപാടി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്ന് പിറ്റേ ദിവസമാണ് അവരിവിടുന്ന് പോയത്. അവരൊക്കെ വഫാത്തായി. അള്ളാഹുരൊക്കെ ദർജ അള്ളാഹു ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ അതിന്റെ മുമ്പ് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് കമാലുദ്ദീൻ ഹസറത്ത് പ്രിൻസിപ്പാൾ ആവുന്നതിന് മുമ്പ്, നാദറാവുന്നതിന് മുമ്പ് മഹാനായ കടപ്പ സയ്യിദ് അബ്ദുൽ ജബ്ബാർ ഹസറത്തായിരുന്നു അവിടുത്തെ നാദ്. മഹാനവറുകളും എളങ്കൂർ സ്വലാത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലുള്ള വലിയ വലിയ സദസ്സുകൾ നടക്കുന്നുണ്ടെങ്കിലും ആ സദസ്സിലൊന്നും മഹാനവറുകൾ കുറെ മുമ്പൊക്കെ പങ്കെടുത്തിട്ടുണ്ടെന്ന് കേൾക്കാൻ കഴിഞ്ഞു. തന്നെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത്, എന്നോടൊരു പ്രാവശ്യം പറഞ്ഞത്, നിങ്ങൾ അവിടെ ഫോട്ടോ മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുക എന്നുള്ള നിൽക്കില്ലാത്തത് കൊണ്ട് അവരെ കിട്ടും. വേറെ മഹാനെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കിട്ടും. അവിടുത്തെ സ്ഥിതി അങ്ങനെയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് മഹാനായ ജബ്ബാർ ഹസറത്ത് ഇവിടെ വന്ന് താമസിച്ചു, വീട്ടിൽ വന്ന് താമസിച്ചു. എന്നിട്ട് എളങ്കൂർ വാർഷികത്തിൽ വന്ന് പങ്കെടുത്ത് നേതൃത്വം നൽകിയിട്ടുണ്ട്. പിറ്റേ ദിവസം അപ്പൊ ആ നിലക്ക് വലിയ വലിയ മഹാന്മാർ, അന്തർപാപ്പ തുടങ്ങിയുള്ള വലിയ വലിയ മഹാന്മാരൊക്കെ പങ്കെടുത്ത മഹത്തായ സ്വലാത്ത് വാർഷികമാണ് എളങ്കൂർ സ്വലാത്തിന്റെ. അതിന്റെ 29ാമത്തെ വാർഷികമാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒക്ടോബർ 8, 9, 10 തീയതികളിലാണ് നടക്കുന്നത്. ഇതിന്റെ പ്രഖ്യാപനം കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ പ്രചരണം തുടങ്ങിയിട്ടില്ല. ഇന്ന് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി തങ്ങൾ കായൽ പട്ടണത്തിൽ നിന്ന് മഹാനവറുകൾ നമ്മളുടെ മഹത്തായ വേദിയിൽ വന്ന് നമുക്ക് ഉപദേശങ്ങളൊക്കെ ചെയ്തു തന്നു. നമ്മളുടെ മഹദരി ഉസ്താദുമാരുടെ ഉസ്താദ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ മഹാനവറുകൾ ഈ സദസ്സിൽ വെച്ചുകൊണ്ട്, മഹദരി ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് 29ാം വാർഷികത്തിന്റെ പ്രചരണ ഉദ്ഘാടനം ഇവിടെ വെച്ചുകൊണ്ട് മഹാനായ തങ്ങളവറുകൾ നിർവഹിക്കും. ഇൻഷാ അല്ലാഹ് മഹാനായ തങ്ങളവറുകളെയും ഇൻഷാ അല്ലാഹ് അതിലൊക്കെ പങ്കെടുത്ത് നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇനി ഇവിടുന്ന് അതിന്റെ പ്രചരണം ഒക്കെ നടത്തി അത് വമ്പിച്ച ഒരു സമ്മേളനമാക്കി തീർക്കാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് ധാരാളം മഹാന്മാരെയും മഹത്തുക്കളെയൊക്കെ നമ്മളിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. അതെല്ലാം വിജയിക്കാൻ വേണ്ടി മഹാനായ തങ്ങളവറുകൾ പ്രത്യേകം ദുആ ചെയ്യണം. അതുപോലെ നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് മഹദരി ഉസ്താദുമാരും മറ്റുള്ള ഉസ്താദുമാരൊക്കെ അതിനുവേണ്ടി ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി അതിന്റെ പ്രചരണ ഉദ്ഘാടനം എന്നുള്ള നിലക്ക് മഹാനായ സയ്യിദ് അവറുകളെ കൊണ്ടാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ മഹാനവറുകൾ പറഞ്ഞതുപോലെ അക്കാലം മുതൽ, ബാക്കിയാത്തിലുള്ള അക്കാലം മുതൽ മറക്കാത്ത ഒരു, താഴെ ക്ലാസ്സിൽ പലരും ഉണ്ടെങ്കിലും മേലെ ക്ലാസ്സിൽ പലരും ഉണ്ടെങ്കിലും ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു മഹാനാണ് മഹാനായ നമ്മളുടെ സയ്യിദ് അവറുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് അവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. അവർക്കും മക്കൾക്കും കുടുംബത്തിനൊക്കെ അല്ലാഹു എല്ലാ നിലക്കുള്ള സന്തോഷം നൽകട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ തന്നെ മുമ്പ് തങ്ങളവറുകൾ വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇപ്പം നമുക്ക് വേറെ കാര്യം കൂടി കിട്ടിയിട്ടുണ്ട്. അന്നേ എന്നോട് തങ്ങൾ പറയുന്ന ഒരു വാക്ക്, ഞാൻ അതാണ്, തങ്ങളെ കൊണ്ട് എന്താ നിങ്ങൾ മനസ്സിലാക്കും, വലിയ വലിയ ഇൻഷാ അല്ലാഹ് ഞങ്ങളൊക്കെ ഉസ്താദുമാരൊക്കെ ഇൻഷാ അല്ലാഹ് ഇതിൽ പങ്കെടുക്കുന്ന ഒരു മഹത്തായ ഒരു പരിപാടിയാണ്. അത് തങ്ങളെ കൊണ്ട് എന്താ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ നിങ്ങൾ മനസ്സിലാക്കും. അത് ഞാൻ തങ്ങളെ മനസ്സുകൊണ്ട് ആ നിലക്ക് സ്നേഹിച്ചിട്ടുണ്ട്.
അതുപോലെ തന്നെ തങ്ങൾ മുമ്പേ എന്നോട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് പറയുന്ന ഒരു വാക്കുണ്ട്. ആ വാക്ക് അല്ലാഹു തആല നിറവേറ്റി തന്നിട്ടുണ്ട്. തങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ആഗ്രഹം തങ്ങളെ മോനെ ഈ കൂട്ടത്തിലുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു മക്കൾക്കൊക്കെ നല്ല ഹിഫ്ളും ഇൽമും അല്ലാഹു കൊടുത്ത് അല്ലാഹു ഉഖറവിയ ആലിമീങ്ങളെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ആമീൻ. എന്റെ മകൾക്ക് നിങ്ങളെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ഒരു പുതിയാപ്പളിനെ കിട്ടണമെന്ന് തങ്ങൾ പല പ്രാവശ്യം, തങ്ങളെ കോളേജിൽ ഞാൻ പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ. ഒരു പ്രാവശ്യം എന്നോട് തങ്ങൾ ചെല്ലാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ പോയി ആ പരിപാടിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ അന്നേ തങ്ങൾ എന്നോട് പറയുന്ന ഒരു വാക്കാണ്, അത് അള്ളാഹുവിന്റെ തൗഫീഖോട് കൂടി നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ തങ്ങളെ മകൾക്ക് ഒരു ഹാഫിളത്തായ ബീവിയാണ്. അവർക്ക് നല്ലൊരു പുതുമാരനെ നമ്മളെ കേരളത്തിൽ നിന്നല്ല മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെ നൽകിയിട്ടുണ്ട്. അള്ളാഹു ആ മക്കൾ ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ മഹാന്മാരുടെ ഹിഫ്ളും ഹിമായത്തും അള്ളാഹു അവർക്കും അതുപോലെ നമുക്കും നമ്മളെ കുടുംബത്തിനൊക്കെ അള്ളാഹു നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ എന്റെ മനസ്സിൽ ഉദിച്ചൊരു കാര്യമാണ്, മഹാനവറുകളെ അവിടുന്ന് ഇവിടറ്റം വരുത്തുക എന്നുള്ളത് പ്രയാസമായതുകൊണ്ട് അൽഹംദുലില്ലാ നമ്മളെ ഈ മഹദരീസ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് കേട്ടപ്പം അന്ന് എന്റെ മനസ്സിൽ കരുതിയതാണ്, ഇൻഷാ അല്ലാഹ് പ്രചരണ ഉദ്ഘാടനം മഹാനായ തങ്ങളെ കൊണ്ടാക്കണം എന്നുള്ളവർക്ക് കരുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് തങ്ങൾ ഇവിടുന്ന് ആ കാര്യം എല്ലാ നിലക്കും വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിന്റെ പ്രചരണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട തങ്ങൾ അവരെ കൊണ്ട് ഇൻഷാ അല്ലാഹ്